പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്രിത്വൈക ദൈവമേ, വീണ്ടും ഈ ദിവസം അങ്ങയുടെ സന്നിധിയിൽ പരിപൂർണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കൂടെ ആയിരുന്നുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വലിയ പ്രഭാതം കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ പാപികളായിരുന്നിട്ടും നിന്റെ സുവിധത്തിലെത്തുമ്പോൾ ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണുന്നത് പോലെ, എന്നാൽ അവൻ വളരെ അകലെയായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പിതാവ് അവനെ കണ്ടു, അവൻ അനുകമ്പയാൽ നിറഞ്ഞു എന്ന് വായിക്കുന്നത് പോലെ, ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാവുന്ന ചെറിയൊരു മാനസാന്തരത്തിൻ്റെ ചെറിയ ഭാവം പോലും നിന്നിലേക്ക് തിരിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിമിഷം തന്നെ ഞങ്ങളിലേക്ക് ഓടി അടുക്കുന്ന, അനുകമ്പയാൽ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ മുഖം പിതാവായ ദൈവമേ ഞങ്ങൾ കാണുന്നു. പരിശുദ്ധ തൃത്വമേ, സ്നേഹനിധിയായ പിതാവേ, ഞാൻ എളിമയുള്ളതും തുറന്നതുമായ ഹൃദയത്തോടെയാണ് അങ്ങയുടെ മുൻപാകെ വരുന്നത്. കർത്താവായ ഈശോയെ, അനന്തമായ കരുണയ്ക്കും സ്നേഹത്തിനും നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ സമയം ഞാൻ ചിലവഴിക്കുമ്പോൾ എന്നെ പ്രകാശത്താലും ജ്ഞാനത്താലും നിറയ്ക്കണമേ. പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ നയിക്കണമേ, സംരക്ഷിക്കണമേ. അങ്ങയുടെ കൃപയാൽ എന്നെ പുതുക്കണമേ. അങ്ങനെ ഈ ധ്യാന സമയം, ആരാധനയുടെ സമയം പരിപൂർണമായും ഞാൻ സംരക്ഷിക്കപ്പെടുന്നതിന് കാരണമായി തീരട്ടെ. പരിശുദ്ധ മാതാവേ, സകല മാലാഖമാരെ, എൻ്റെ പേരിന് കാരണബോധനായിരിക്കുന്ന വിശുദ്ധനെ, ഈ ആരാധനയുടെ സമയം മുഴുവനും ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക ജ്ഞാനവും ദൈവിക പ്രകാശവും ദൈവികമായ ശക്തിയും ദൈവിക സ്നേഹവും ഒക്കെ പരിപൂർണമായി ഞങ്ങൾ നിറയുന്നതിന് നിന്റെ തിരുക്കുമാരൻ്റെ വലിയ സാന്നിധ്യത്തിലായിരിക്കുന്ന ഈ സമയത്ത് അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യണമേ. വിശുദ്ധ മിഖായേൽ മാലാഖായെ എന്നെ സംരക്ഷിക്കുകയും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിശുദ്ധ ഗബ്രിയേൽ മാലാഖായെ പ്രത്യാശയുടെയും നവീകരണത്തിൻ്റെയും സന്ദേശങ്ങളുമായി എന്നെ സമീപിക്കണമേ. വിശുദ്ധ റഫായേൽ മാലാഖായെ എൻ്റെ ആത്മാവിനെ രോഗശാന്തിയാലും സമാധാനം കൊണ്ടും നിറയ്ക്കണമേ. സ്വർഗ്ഗത്തിലെ എല്ലാ വിശുദ്ധരെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സത്യത്തിലും ഞാൻ നടക്കേണ്ടതിന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിപൂർണമായും ഒരു ശുദ്ധീകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തെ മുതൽ വായിക്കുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ധൂർത്തപുത്രനെ പോലെ ഒരു ശുദ്ധീകരണത്തിലൂടെ വീണ്ടും നിന്നിലേക്ക് തിരിച്ചു വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം പരിധിയില്ലാത്തതാണ്. അവൻ നമ്മെ തുറന്ന കൈകളാൽ തിരികെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭൂതകാലം എന്തു തന്നെയായാലും നമുക്കെപ്പോഴും വീണ്ടും ആരംഭിക്കാൻ കഴിയുമെന്ന് ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവ് നമുക്ക് കാണിച്ചു തരുന്നു. നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി ദൈവത്തിൻ്റെ കരുണ ആഘോഷിക്കുവാൻ ജ്യേഷ്ഠൻ്റെ പോരാട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, ധൂർത്തപുത്രനെ പോലെ ഇതാ നിൻ്റെ സവിധത്തിൽ ഞങ്ങളായിരിക്കുന്നു. സകലതും നഷ്ടമാക്കി വീണ്ടും നിൻ്റെ സബദത്തിലേക്ക് ഓടിയെത്തുമ്പോഴും
കുറ്റപ്പെടുത്തലില്ലാതെ, തിരിച്ച് ചോദിക്കലില്ലാതെ, വിചാരണയില്ലാതെ, ഒരു വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുമില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്ന നിൻ്റെ കാരുണ്യം നിറഞ്ഞ സ്നേഹത്തെ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങൾ സങ്കടപ്പെടുന്നു. തിരിച്ച് ആ സ്നേഹം വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും പലരും നമ്മളെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടും അവർ വീണ്ടും ക്ഷമ ചോദിച്ച് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ എന്നും പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാൻ സാധിക്കില്ല. പലപ്പോഴും അവർ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പരാതി പറച്ചിലായും കുറ്റപ്പെടുത്തലായും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് സ്വന്തം ഭാഗത്തുനിന്നുണ്ടായതായതിനാൽ ന്യായീകരണത്തിലൂടെയും കാരണം കാണിക്കലിലൂടെയും കാരണം നിരത്തുകളിലൂടെയും ഒക്കെ പലപ്പോഴും നിൻ്റെ യഥാർത്ഥ സ്നേഹത്തെയും കരുണയും ആഘോഷിക്കുവാൻ ഞങ്ങൾ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. കർത്താവേ, കരുണയായിരിക്കണമേ. നീ കാണിച്ചതുപോലെ സകലം നഷ്ടപ്പെടുത്തിയിട്ട് വന്നിട്ടും ഒരു പരാതിയുമില്ലാതെ സ്വീകരിക്കുവാൻ തക്ക വിധത്തിലുള്ള ഒരു സ്നേഹം, കരുതൽ, അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളോട് തെറ്റ് ചെയ്തവർ, ഞങ്ങൾ വേദനിപ്പിച്ചവർ, ഇവരോടൊക്കെ പരിപൂർണമായി ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കുവാനും ഒരു പരാതിയുമില്ലാതെ, പിറുപിറുപ്പുമില്ലാതെ, കാരണം ചോദിക്കാതെ, ന്യായീകരണം പറയാതെ നവീകരിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു പരിപൂർണമായ ഒരു ശക്തിപ്പെടുത്തൽ, ഒരു എനർജൈസിങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ നൽകണമേ. ഒരു ദൂതബുദ്ധനായി ഞാൻ നിൽക്കുകയാണ് എങ്കിൽ ദൈവം എന്നെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നതെന്ന് എനിക്ക് അനുഭവപ്പെടും. പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ, നന്ദിയോടെ ജീവിക്കുവാൻ അത് നമ്മളെ എങ്ങനെ പ്രചോദിപ്പിക്കുമെന്ന് പരിശോധിക്കാൻ, മറ്റുള്ളവർക്ക് ക്ഷമയും സ്നേഹവും വാഗ്ദാനം ചെയ്യുന്ന പിതാവിനെ പോലെ നമുക്കും മറ്റുള്ളവർക്ക് ക്ഷമയും സ്നേഹവും വാഗ്ദാനം ചെയ്യുവാൻ സാധിക്കേണ്ടതല്ലേ? ദൈവത്തിന് എന്നോടുള്ള സ്നേഹം അചഞ്ചലവും ശാശ്വതവുമാണ്. എൻ്റെ പിതാവ് എന്നോട് ക്ഷമിക്കുകയും പുതുക്കുകയും സ്നേഹത്തിൽ വീണ്ടും ഒന്ന് ചേർക്കുകയും അങ്ങനെ സ്നേഹത്തിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന, ആഴത്തിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവകൃപയാൽ എനിക്ക് എപ്പോഴും പുതുതായി ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതം തമ്പുരാൻ ഇതാ മുമ്പിൽ വച്ചിരിക്കുന്നു. കർത്താവേ, നന്ദി. ഈശോയെ, ഞാൻ നിൻ്റെ കാരുണ്യത്തിൽ വിശ്വസിക്കുന്നു. എപ്പോഴും നിൻ്റെ സ്നേഹത്തിലേക്ക് ഓടുവാൻ എന്നെ സഹായിക്കണമേ. നിന്നിലേക്ക് മടങ്ങി വരുവാൻ ഒരിക്കലും ഭയപ്പെടരുത് എന്ന് എന്നെ എപ്പോഴും പഠിപ്പിക്കണമേ. സന്തോഷത്തിലും നന്ദിയിലും ജീവിക്കുവാൻ എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ, നിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോഴും ദൂർത്തപുത്രനെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴും പലപ്പോഴും എൻ്റെ കുറവുകളും നിൻ്റെ കാരുണ്യവും തന്നിൽ തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ബാലൻസിങ് നഷ്ടപ്പെട്ടു പോകുന്നതായി തോന്നുന്നു. കർത്താവ് ഇതാ പൂർണ്ണമായി സമർപ്പിച്ച് നിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നു. നിൻ്റെ സാന്നിധ്യത്തിൽ ഈ സമയം ആയിരിക്കുന്നു. നിൻ്റെ സ്നേഹം പരിപൂർണമായി ഞങ്ങളെ ചുറ്റീകരിക്കുന്നതായി മനസ്സിലാക്കുന്നു. എൻ്റെ എല്ലാ ചിന്തകളെയും, എല്ലാ ആഗ്രഹങ്ങളെയും, എല്ലാ സങ്കടങ്ങളെയും, എല്ലാ സന്തോഷങ്ങളെയും, കുറവുകളെയും, നിറവുകളെയും, അറിവുകളെയും, അറിവില്ലായ്മയെയും, ആഗ്രഹങ്ങളെയും എല്ലാം പരിപൂർണമായി നിനക്ക് സമർപ്പിക്കുന്നു. പരിപൂർണമായി സമർപ്പിക്കുന്നു. ഈശോയെ, നീ എൻ്റെ സങ്കേതമാണ്. നിൻ്റെ കരുണ എൻ്റെ തെറ്റിനേക്കാൾ എത്രയോ എത്രയോ വലുതാണ്. ഈശോയെ, നിൻ്റെ ആ വലിയ ആലിംഗനത്തിൽ വിശ്രമിക്കുവാനായിട്ട്
ധൂർത്തപുത്രനെ മാറോട് ചേർത്ത് വെച്ച പിതാവിനെ പോലെ നിന്റെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ഹൃദയത്തെ സമാധാനവും സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. എപ്പോഴും എനിക്ക് വേണ്ടി ഇവിടെ ഉണ്ടായിരിക്കുന്നതിന് ഈശോയെ നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ നിന്റെ ദിവ്യകാരുണ്യത്തിൽ ഞാൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ധാരാളം വ്യക്തിപരമായ പ്രാർത്ഥനകൾ എനിക്ക് പറയുവാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കുന്നത് എൻ്റെ ചുറ്റുവട്ടമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുവാനായിട്ടാണ്. ദൈവമേ, നീ എന്നെ എത്രമാത്രം ഈ ജീവിത കാലഘട്ടത്തിൽ അനുഗ്രഹിച്ചുവോ അതുപോലെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ ക്ഷമയാവശ്യമുള്ളവരെ അനുഗ്രഹിക്കുന്നു. സ്നേഹം ആവശ്യമുള്ളവരിലേക്ക് സ്നേഹം ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായിട്ട് അപേക്ഷിച്ച് നടക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷാ ദിനങ്ങളിലായിരിക്കുന്ന കുട്ടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ സങ്കടപ്പെട്ടിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനകളാൽ, മാനസികവും ശാരീരികവുമായ വേദനകളാൽ സങ്കടപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ വിധത്തിൽ ബുദ്ധിമുട്ടി ഇരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എത്രയോ മക്കളെയാണ് നീ എൻ്റെ ചുറ്റുവട്ടും അനുഗ്രഹിക്കുവാനായി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സൗഹൃദങ്ങളിലൂടെ, ബന്ധങ്ങളിലൂടെ എത്രയോ ആൾക്കാരെയാണ്, എത്രയോ വ്യക്തികളെയാണ്, എത്രയോ ജീവിതങ്ങളെയാണ് എൻ്റെ മുമ്പിൽ അനുഗ്രഹിക്കുവാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അവരെയെല്ലാം അനുഗ്രഹിച്ച് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കപ്പുറം ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി എന്നെ പഠിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, ഇന്നേ ദിവസം സഹായം ആവശ്യമുള്ള എല്ലാവരെയും, ഒരുപക്ഷെ നിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കാൻ കഴിയാതെ പോയവരെ പോലും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനത്തിൽ വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. കുടുംബങ്ങൾ തമ്മിൽ സമാധാനത്തിൽ വർദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും ജീവിക്കുന്നതിന്മേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം പരിപൂർണമായി ഇന്നത്തെ യുവാക്കളെ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അക്രമത്തിൻ്റെയും മറ്റു ലഹരി ഉപയോഗങ്ങളിൽ അകപ്പെട്ടു പോകുന്ന എല്ലാ മക്കളെയും ഈശോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ഒരു കരസ്പർശം, നിൻ്റെ ലഹരി അവർക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്ത വഴികളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ കരുണയും ദൈവം നൽകുന്ന ശാന്തിയും അത് രോഗശാന്തി തന്നെയാണ്. അനുഭവിക്കുകയും മറ്റുള്ളവർക്കായി നമുക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ അനുഗ്രഹിക്കുന്നതിലൂടെ സ്നേഹവും ക്ഷമയും നിറഞ്ഞ ജീവിതം നയിക്കുവാനുള്ള ശക്തിക്കായി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ കുടുംബത്തെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ സഹോദരങ്ങളെയും ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെയും, ഞാൻ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെയും, നിൻ്റെ സ്നേഹം ആവശ്യമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർ എപ്പോഴും നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ആവശ്യ സമയത്ത് നിന്നിലേക്ക് തിരിയുകയും ചെയ്യട്ടെ. അവരുടെ ഹൃദയങ്ങളെ സമാധാനവും സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, നന്ദി. ഈ ആരാധനയുടെ സമയം മുഴുവൻ സംരക്ഷിച്ചതിന്, ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന്, ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകിയതിന്, ചിലതൊക്കെ നൽകാതിരുന്നതും ഒരുപക്ഷെ ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതിയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. പിതാവായ ദൈവമേ, നന്ദി. നിന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി. എന്നെ എപ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും നിൻ്റെ ഹൃദയത്തിൽ എനിക്കെപ്പോഴും ഇടം ഒരുക്കി വച്ചിരിക്കുന്നതിനും നന്ദി. ഈ ആരാധന സമയം ഇവിടെ സമാപിക്കുമ്പോൾ നിൻ്റെ സമാധാനവും സ്നേഹവും എന്നോടൊപ്പം കൊണ്ടുപോകുവാൻ, എന്നോടൊപ്പം ആയിരിക്കുവാൻ, സഞ്ചരിക്കുവാൻ അനുവദിക്കണമേ. എൻ്റെ ഹൃദയത്തെ നന്ദി കൊണ്ട് നിറയ്ക്കണമേ. ലോകത്തോടോ നിൻ്റെ ദയ, നിൻ്റെ കരുണ പങ്കിടുവാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരോടും സ്നേഹത്തോടെയും അവരെ അനുഗ്രഹിച്ചും നിന്നിലേക്ക് ചേർത്ത് നിർത്തുവാനുള്ള വലിയ കൃപയും വലിയ ശക്തിയും എനിക്ക് നൽകണമേ. പരിശുദ്ധ തൃത്വമേ, നന്ദി.
പരിശുദ്ധ അമ്മയെ നന്ദി. സകല മാലാഖമാരെ വിശുദ്ധരെ നന്ദി. സമയം മുഴുവൻ എന്നോട് കൂടിയായിരിക്കുവാൻ അനുവദിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.